ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മത്തി അച്ചാറിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി 2.5 കിലോ മത്തി നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. തീരെ ചെറിയ മത്തിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനിത് ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ കട്ട് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല, മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ അതിലേക്ക് 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു സ്പൂണിൻ്റെ അളവിൽ 3 സ്പൂൺ നിറച്ച് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്പൂണിൻ്റെ അളവിലാണ് 3 സ്പൂൺ നിറച്ച് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ തുളുമ്പേ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മളിത് മസാല പുരട്ടിയെടുക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. എണ്ണയ്ക്കകത്തിട്ട് വേണം നമ്മളിതൊന്ന് മസാല പുരട്ടിയെടുക്കാൻ വേണ്ടി. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പില, നമ്മുടെ നാടൻ കറിവേപ്പില ഇതുപോലെ ഞെരടി നമുക്കിതിട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു മണം കൂടിയാണ്. അപ്പോൾ കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മസാല പുരട്ടിയെടുക്കാം. നമ്മളിത് വെള്ളത്തിനകത്ത് മസാല പുരട്ടിയെടുക്കരുത്, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ നല്ലതുപോലെ ഇത് മസാല പുരട്ടിയെടുക്കാൻ വേണ്ടി. ഇനി നമുക്കിത് 1-2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു അരമണിക്കൂറാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നമുക്ക് 1-2 മണിക്കൂറാണ് ഇത് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്ക് ചെയ്തെടുത്താൽ മതിയാകും. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്ത് ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആവശ്യാനുസരണം നമ്മൾ എണ്ണ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഞാൻ ഏകദേശം ഇതിലേക്ക് 1/2 കപ്പോളം നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്കിത് വെളിച്ചെണ്ണയ്ക്കകത്തിട്ടാണെങ്കിലും മീൻ ഫ്രൈ ചെയ്തെടുത്താലും മതിയാകും. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. അപ്പം നല്ലെണ്ണ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. എണ്ണ ചൂടായ ശേഷം മീനൊക്കെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യത്തെ 2 മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. നമ്മൾ റേഞ്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ച് മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യത്തെ ഒരു 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ സ്പൂണൊക്കെ ഇട്ട് കൊടുത്തൊന്ന് ഇളക്കിയെടുക്കുക, അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോകും. അതനുസരിച്ച് വേണം നമ്മളിതൊന്ന് തിരിച്ച് മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ 2 സൈഡും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് എണ്ണയ്ക്കകത്തൊന്ന് കോരി മാറ്റാം. അപ്പം മീൻ വറുത്തത് നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. ബാക്കി എല്ലാ മീനും നമുക്ക് ഇതുപോലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ മീനും ഞാൻ ഇതുപോലൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനു വേണ്ടി ഉരുളി അടുപ്പിൽ വെച്ച് കൊടുത്ത് ചൂടായ ശേഷം അതിലേക്ക് നമുക്കൊരു 1/4 കപ്പോളം നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ലെണ്ണ ചൂടായ ശേഷം അതിലേക്ക് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വന്ന ശേഷം നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. രണ്ടും ഞാൻ പേസ്റ്റാക്കിയാണ് ഇട്ട് കൊടുക്കുന്നത്, എങ്കിലേ മീനിനകത്ത് നന്നായിട്ട് ഇത് പിടിച്ചു വരത്തുള്ളൂ. ഇനി അതിലേക്ക് നമുക്ക് മുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകാണെങ്കിൽ അത് അരിഞ്ഞിട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 1 കപ്പോളം കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം. കാന്താരി മുളകെല്ലാം ഇട്ട് കൊടുത്ത ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് എരിവ് അധികം വേണ്ടാന്നുണ്ടെങ്കിൽ കാന്താരി മുളകോ പച്ചമുളകോ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇത് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു മീനച്ചാർ കൂടിയാണ്. അപ്പം നമ്മൾ കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലതുപോലെ നമ്മളിതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതായിട്ട് മൂത്ത് വന്ന ശേഷമാണ് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വറുത്ത് പൊടിച്ച നമ്മുടെ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ അതിലേക്ക് ഞാനൊരു 5 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുക. നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കാന്താരി മുളക് കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മുളക് പൊടി കുറച്ച് കൊടുക്കാം. അതൊക്കെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക. ഞാൻ 5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മസാലയൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇത് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ മീൻ ഫ്രൈ ചെയ്ത എണ്ണയില്ലേ, അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതിനുവേണ്ടിയാണ് ആ ബാക്കിയുള്ള എണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് മസാല നന്നായിട്ട് മൂപ്പിച്ചെടുത്ത ശേഷം നമുക്കതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കാം. 1/2 ഗ്ലാസ് വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഇളക്കി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചെടുത്ത ശേഷം നമുക്കതിലേക്ക് 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ചൂടുവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കണം. തണുത്ത വെള്ളം ഒരിക്കലും ഒഴിച്ച് കൊടുക്കരുത്.
എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഈ നല്ല ഗ്രേവിയോട് കൂടിയുള്ളൊരു മീനച്ചാറാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം അധികം വേണ്ടാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. മീനൊക്കെ ഇട്ട് കൊടുത്ത് ഒരുപാടങ്ങ് ഇളക്കിയെടുക്കരുത്, ഇത് ഉടഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ അടിവശം കൂട്ടി ഇളക്കി വേണം നമുക്കിതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത ശേഷം ഞാൻ അതിലേക്ക് വീണ്ടും ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഡ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യത്തെ അര ഗ്ലാസ് ചൂടുവെള്ളം തന്നെ ഒഴിച്ച് കൊടുത്താൽ മതിയാകും. അപ്പോൾ നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം ഞാൻ അതിലേക്ക് ഒരു 1/4 കപ്പ് വിനാഗിരിയും 1/4 കപ്പ് വെള്ളം കൂടെ ചൂടാക്കി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പുളിയുടെ കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് വീണ്ടും നമ്മളൊരു 1/4 കപ്പ് വിനാഗിരിയും 1/4 കപ്പ് വെള്ളം കൂടെ ചൂടാക്കി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു. പിന്നെ അതിലേക്ക് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ടോട്ടൽ 3/4 കപ്പ് വിനാഗിരിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും ഗ്രേവി വേണ്ടുന്നതുകൊണ്ടാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് തിളച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മീൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാന്താരിയും മത്തിയും ഇട്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഗ്രേവിയോട് കൂടിയുള്ളൊരു മീൻ അച്ചാറും കൂടെയാണ്. അപ്പോൾ നമുക്ക് തണുത്ത ശേഷം ഇതൊരു വെള്ളമൊന്നും ഇല്ലാത്തൊരു ടിന്നിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റോട് കൂടി നല്ല എരിവുള്ള നമ്മുടെ മത്തി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് വെള്ളം ഒട്ടും ഇല്ലാത്ത ടിന്നിലേക്ക് വേണം നമ്മളിത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി. വെള്ളമുള്ള ബോട്ടിലാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഈ അച്ചാർ കേടായിട്ട് പോകും. അപ്പോൾ നമുക്ക് മീനച്ചാറെല്ലാം ഇതിനുള്ളിലേക്ക് ആക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീണ്ടും നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ യൂണിക് കിച്ചൂസ് കറി വേൾഡ്. ബൈ.